റിയൽ മാഡ്രിഡും സെൽറ്റ വിഗോ മത്സരത്തിലെ 3 പോയിന്റ്സ് ആണ് നമ്മളിതിൽ പറയാനായിട്ട് പോകുന്നത്. ആൻഡ് എല്ലാം റഫറിയുടെ തലയിൽ ചാർത്തി വെച്ച് പോകുന്നവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എന്തായാലും നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെൽറ്റ വിഗോ എന്ന് പറയുന്ന ക്ലബിന് ഇന്നലത്തെ മാച്ചിൽ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് കൃത്യമായി അവർ എക്സിക്യൂട്ട് ചെയ്തു. ആൻഡ് ആ എക്സിക്യൂഷനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സിനും സാബി അലോൺസോയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കാരണം അതിലവർ വീണുപോയി. നിങ്ങൾ ഈ റെഡ് കാർഡ് കിട്ടുന്നതിന് മുമ്പ്, ഫ്രാങ്ക് ഗാർസിയയ്ക്ക് റെഡ് കാർഡ് കിട്ടുന്നതിന് മുമ്പ് റയൽ എന്ത് ചെയ്തു എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ റെഫറിയെ മാത്രം കുറ്റം പറയണോ അതോ എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. സെക്കൻഡ് പോയിന്റ്, എല്ലാം റെഫറി ആയിരുന്നോ പ്രശ്നമുണ്ടാക്കിയത്? റെഫറി ഇല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പലരും സംഭവങ്ങൾ ഇടുന്നുണ്ട്. റെഫറി ഇപ്പോൾ ആർക്കൊക്കെയോ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് പലരും പല വീഡിയോസ് ഇടുന്നുണ്ട്. പക്ഷേ അവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്നത് പോലെ തന്നെ റെഫറിയുടെ സാധനം നിങ്ങളുടെ വാദത്തിന് അതുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തേ അതിനു മുമ്പ് നല്ലൊരു പെർഫോമൻസ് ഈ പറയുന്ന ഒരു പ്ലേയേഴ്സിൻ്റെ കയ്യിൽ നിന്നും കാണാൻ പറ്റിയില്ല? വാൽവേയുടെ പലതവണയും ഷോട്ടുകൾ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ടായിരുന്നു. ഡിഫൻസിൽ നിന്നും ഷോട്ടുകൾ എടുക്കുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ വിനീഷ്യസ് ജൂനിയറും എംബാപ്പയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, എന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഗോൾ അടിക്കും എന്ന് പറഞ്ഞ് നടന്ന എംബാപ്പയെ പോലും അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടി എന്നുള്ളതാണ്. നമ്മൾ ചില സമയത്തെങ്കിലും നമ്മുടെ ടീമിന് പറ്റുന്ന മിസ്റ്റേക്കുകൾ അക്സെപ്റ്റ് ചെയ്യാനും കൂടെ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എവിടെയാണ് ഒരു വലിയ ക്ലബിൻ്റെ ആറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ലീഗ് ടൈറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോയിന്റിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാഴ്സലോണയ്ക്കെതിരെ ഒരു വിജയം അനിവാര്യമായ സമയത്ത് ഒരു റെഡ് കാർഡ് കിട്ടിയെങ്കിൽ ആ കിട്ടിയത് വെച്ചുകൊണ്ട് ഫ്രാങ്ക് ഗാർസിയ പോലും അത് റെഡ് അല്ല എന്നുള്ളത് അപ്പീൽ ചെയ്യാനോ ഫൈറ്റ് ചെയ്യാനോ പോയിട്ടില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ അതിനനുസരിച്ച് കളിക്കേണ്ടിയിരുന്നത് ആരാണ്? ആ മെച്യൂരിറ്റി ഗ്രൗണ്ടിൽ കാണിക്കേണ്ടത് ആരായിരുന്നു? റയൽ മാഡ്രിഡാണ്. പക്ഷേ അവർ ഇമ്മച്യൂർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇന്നലെ കാഴ്ചവെച്ചത്. ആ റെഡ് കാർഡിലുള്ള ഇത് പറയുന്ന സമയത്ത് ഇറ്റ്സ് ഓൾവേസ് ഓൺ ഗ്രൗണ്ട് ഡിസിഷൻ. അങ്ങനെ വേണമെങ്കിൽ ഒരു ഡിബേറ്റ് പോലെ വെക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കൊടുത്തു. പക്ഷെ എപ്പോഴും അതിലേക്കൊന്നും വഴിവെക്കാതെ കളിക്കാമായിരുന്ന ഒരു കളിയായിരുന്നു ഇങ്ങനെ കൊണ്ട് കൊളാക്കിയത് എന്നാലോചിക്കുക. ആൻഡ് ഇറ്റ് വാസ് ഇൻ സാന്റിയാഗോ ബെർണബ്യൂ. ഈ മൂന്നാമത്തെ പോയിന്റിൽ അതും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ജസ്റ്റ് ഹ്യൂമിലിയേറ്റഡ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് കറൂ.